ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് എന്തായാലും ഇത് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അർജൻറ്റീനയുടെ ഫാൻസ് അടക്കം ഇന്ന് പൊട്ടുമെന്ന് വിചാരിച്ച് കണ്ട ഒരു മാച്ചായിരുന്നു ഇന്നത്തെ ഒരു സെമി ഫൈനൽ അല്ലേ. ഒരുപാട് ഇതിലോട് പുച്ഛം വാരി എറിഞ്ഞ് സോഷ്യൽ മീഡിയയിലാകെ അവന്മാർക്ക് ചെറിയ ടീമുകളോടാണ് കളിച്ച് വന്ന് ഇത്ര ഇതാക്കി ജയിച്ചത്. ഇംഗ്ലണ്ടിനോട് ജയിക്കാൻ യാതൊരു ചാൻസും ഇല്ല, അതൊരു വലിയ വൻ ശക്തിയാണ്, അങ്ങനെയാണ് അവനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു ഇതിലോട് പുച്ഛം വാരി എറിയുന്നവർക്കായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് നമ്മൾ വിൻ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം അവരുടെ ആദ്യത്തെ ഒരു ഹാഫ് ടൈം അല്ല ഹാഫ് ടൈം പറയണ്ട, ഒരു 90 മിനിറ്റ്സും അത് തന്നെയാണ് അല്ലേ, 90 അല്ല 80 മിനിറ്റ്സും നമുക്ക് കാഴ്ചവെച്ച ഈ 75 മിനിറ്റ്സും നമുക്ക് കാഴ്ചവെച്ച പ്ലേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് ഈ ടീമിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കാണുന്നത് മെസ്സി ഒരു ആരാധികയാണ് ഞാൻ. അതുപോലെ തന്നെ ഈ അർജൻറ്റീന ഫാൻ്റെ ഒരു വൻ ആരാധികയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. മറ്റാരുമല്ല, ലയണൽ സ്കലോണി എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു സ്റ്റാറ്റിക്സിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഈ കോച്ചിൻ്റെ തന്ത്രത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ആർക്കും തന്നെ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഗെയിം നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 2018 അർജൻറ്റീനയുടെ കോച്ചായിട്ട് ഈ ലയണൽ സ്കലോണി വരുന്നത്. അതിന് ശേഷമുള്ള ഇവരുടെ 28 വർഷങ്ങളായിട്ടും അർജൻറ്റീന എന്ന് പറയുന്നത് ഒരു കപ്പ് എടുക്കാതെ നിന്ന ഒരു ടീമിനെ 4 മേജർ കപ്പാണ് ഈ കോച്ചിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത്. അതിന് വലിയൊരു ഈ കോച്ചിൻ്റെ നേട്ടമാണ്. ഈ അർജൻറ്റീന ടീമിൻ്റെ ഒരു നേട്ടം തന്നെയാണ് ഈ കോച്ചിന്. 28 വർഷം ഒന്നും കിട്ടാത്ത ഈ ടീമിന് 4 മേജർ ട്രോഫി അടക്കം 2022 ഫിഫ വേൾഡ് കപ്പ്, അതിനുശേഷം ഇപ്പോൾ 2026 ഫൈനൽ വരെ എത്തിച്ച ഈ ഒരു കോച്ചിൻ്റെ അസാധ്യ ഒരു പവറിനെ ആ പവറിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ കോച്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണ് ഇതിന് പറയേണ്ട ഒരു മെയിൻ കാരണം. അപ്പോൾ ഈ ഒരു ഇന്നത്തെ കളി കണ്ടവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഈ കോച്ചിൻ്റെ ടൈമിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് തന്നെയാണ് ഈ ഒരു കളിയുടെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാച്ചിൻ്റെ ഇമ്പാക്റ്റ് തന്നെ മാറ്റി. അതായത് ഇന്നത്തെ മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറെ ലെവലായിരുന്നു ഗൈസ്. വേറെ ലെവൽ, ഒട്ടും വിട്ടുകൊടുത്തില്ല എന്ന് തന്നെ പറയും. അത്രയ്ക്ക് അടിപൊളിയാണ് ഇന്നത്തെ മാച്ച് നമ്മൾ കണ്ടത് അല്ലേ. ഈ ഒരു തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങുന്ന സ്പെയിനെ തോപ്പിച്ചിട്ട് ഫൈനൽ അർജൻറ്റീന തന്നെ കപ്പടിക്കും, അല്ലെങ്കിൽ മെസ്സിക്ക് തന്നെ ഉള്ളതാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ഗൈസ്. ഡിസേർവ് ആയിട്ടുള്ള 2 ഗോളിലൂടെയാണ് അർജൻറ്റീന വിന്നായത്. ഇന്നത്തെ കളിയിൽ എടുത്ത് പറയേണ്ടത് മെസ്സിയുടെ 2 അസിസ്റ്റാണ്. അത് തന്നെയായിരുന്നു ഈ കളിയുടെ ഇമ്പാക്റ്റ് മാറ്റിമറിച്ചത്. അപ്പം നമുക്കിത് എടുത്ത് പറയാം. ഈ കളിക്കാരന്മാരെ, ഇത് അർജൻറ്റീനയാണ്. അപ്പോൾ ഇതിലെ കപ്പിത്താൻ ആരാ? സാക്ഷാൽ ലയണൽ സ്കലോണി തന്നെയാണ് ഇതിലെ കപ്പിത്താൻ. ഇനി ഫൈനൽ എന്ന് പറയുന്നത് നമ്മുടെ സ്പെയിനും അർജൻറ്റീനയായിട്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ ഇതിൽ എത്ര ഗോളടിച്ച് നമ്മുടെ അർജൻറ്റീന, അല്ലെങ്കിൽ എത്ര ഗോളടിച്ച് നമ്മൾ അർജൻറ്റീന വിന്നാവും, എത്ര ഗോളടിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈൻ ഓഫ്. ബൈ ബൈ.